അമൽ ഡേവിസ്. എല്ലാവർക്കും അമൽ ഡേവിസിന് മതി. ഇവരങ്ങനെ പലതും പറയും. എന്റെ ക്യാരക്ടർ അല്ലേ റൊമാൻസിൽ ഐശ്വര്യ. ഐശ്വര്യ എനിക്ക് അമൽ ഡേവിസിന്റെ ഒരു പടത്തിന്റെ ഈ ഇപ്പോഴും ആളുകൾ ഒരുപാട് ഇഷ്ടത്തിൽ പറയുന്ന ഒരു കഥാപാത്രമാണ് അത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്തും ശരിക്കും നോക്കുമ്പോൾ സിനിമയിൽ പ്രധാന കഥാപാത്രത്തിന്റെ ഒരു ഫ്രണ്ടായിട്ടാണ് വരുന്നത്. അപ്പം പ്രേമലും ഒരുപാട് കാര്യങ്ങളിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സിനിമയാണ്. അത്തരത്തിലൊരു സ്ക്രിപ്റ്റ് ഇത്രയും മനുഷ്യരെ ചിരിപ്പിച്ചുകൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റുക, ആദീന പോലത്തെ ഒരു ക്യാരക്ടർ അതിനകത്ത് ഉണ്ടാവുക. പക്ഷെ അതിനകത്ത് എല്ലാവരും പറയുന്നത് യൂഷ്വലി നായകന്റെ കൂടെ വരുന്ന കഥാപാത്രം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു കഥാപാത്രമായിരിക്കും. അയാൾക്ക് നായകനായിരിക്കും എല്ലാം ചെയ്യാനുണ്ടാവുക, ഇയാൾ അതിൻ്റെ കൂടെ തട്ടുകെട്ട് ഇങ്ങനെ പോവാന്നുള്ളതായിരിക്കും. ഇതിനകത്ത് കാർത്തികയാണെങ്കിലും അമൽ ഡേവിസ് ആണെങ്കിലും അവർക്കൊരു ക്യാരക്ടർ സ്കെച്ച് ഭയങ്കരമായിട്ടുണ്ട്. നിങ്ങൾ സ്ക്രിപ്റ്റ് വായിക്കണ സമയത്ത് തന്നെ അത് ഫീൽ ചെയ്തിരുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഗിരീഷ് ഷേഡിൻ്റെ ആ ഒരു ഷൂട്ടിംഗ് പ്രോസസ്സിലും പിന്നീട് വരുന്ന എഡിറ്റിലൊക്കെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഫൈനൽ പ്രൊഡക്റ്റ് കാണുന്ന സമയത്താണോ അമൽ ഡേവിസിൻ്റെ ആ ഒരു ഡെപ്ത് മനസ്സിലാവുന്നത്? അല്ല, എനിക്ക് പെർഫോം ചെയ്ത് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അത്രത്തോളം ജഡ്ജ്മെന്റ് കിട്ടിയിട്ടുണ്ടായില്ല. അതായത് ക്യാരക്ടറിന്റെ ഒരു സ്പേസ് കൂടുതലാണ് ത്രൂ ഔട്ട് ഉണ്ടെന്നുള്ളത് അറിയാമെന്നല്ലാതെ ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത് ഗിരീഷ് ഏട്ടൻ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നെസ്ലിനും കൂടി ഇരിക്കുമ്പോഴേക്കും എൻ്റെ തോളത്തിങ്ങനെ മുറുക്ക പിടിച്ചിട്ട് പറഞ്ഞ് ഇതിൽ നീയും ഇവനും വർക്കാവണം, എന്നാലേ പടം വർക്കാവുള്ളൂ എന്ന് പറയാം. ഞാൻ അങ്ങനെ അത്രയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ നമ്മൾ പെർഫോം ചെയ്ത് തുടങ്ങുന്നു. പയ്യാണ് ഇത് പെർഫോം ചെയ്ത് കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഈ ക്യാരക്ടറിന് ഭയങ്കര വേറൊരു സ്പേസ് ഉണ്ടെന്നുള്ളത് മനസ്സിലായിരുന്നു. പക്ഷെ ഒരിക്കലും ഈ ഒരു റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 3 വയസ്സുള്ള കുട്ടി തുടങ്ങി 60 വയസ്സുള്ള അപ്പൂപ്പൻ വരെ നമ്മളെ ഭയങ്കര വീട്ടിലൊരാളായിട്ട് കാണുന്നു എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഇപ്പം ഞാൻ റൊമാൻസ് ചെയ്യുമ്പോഴും ഞാൻ ആഗ്രഹിച്ചിരുന്നത് ആ സ്നേഹം പോകരുത് എന്നുള്ള പരിപാടിയായിരുന്നു. ഞാൻ കുറേ കഥകളൊക്കെ കേട്ടായിരുന്നു, ഒരുപാട് പരിപാടികൾ ഇപ്പോൾ കേട്ടു. പക്ഷെ റൊമാൻസ് വന്നപ്പോഴായിരുന്നു ഒരു ഭയങ്കര സന്തോഷത്തോടെ ഇപ്പോൾ ഒരു അമൽ ഡേവിസ് ഇത് കഴിഞ്ഞിപ്പോൾ ഹരിഹരസുധൻ എന്നാണ് പടത്തിലെ ക്യാരക്ടറുടെ പേര്. അപ്പോൾ ആ പേര് തുടങ്ങി ക്യാച്ചായി തുടങ്ങി. ഓക്കെ, പിന്നെ അങ്ങോട്ടേക്ക് ക്യാരക്ടറിസ്റ്റിക്സും എല്ലാം വരുമ്പോൾ ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നു. ഇതിൻ്റെ ഉണ്ടല്ലോ ഇപ്പോൾ ജസ്റ്റ് ക്യാരക്ടറിനും സിനിമയ്ക്കും കിട്ടുന്ന ഒരു വിജയത്തിനപ്പുറം ഈ അമൽ ഡേവിസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കൂട്ടുകാരൻ, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരു അമൽ ഡേവിസ് വേണം, അങ്ങനെ പറയുന്ന ഒരു സ്പേസിലേക്ക് നമ്മുടെ ക്യാരക്ടർ എത്തുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. ഇപ്പോൾ മഹിമയുടെ ഒരു കരിയറിൻ്റെ ഇപ്പോൾ 2 ഭാഷയിലൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ വളരെ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു സംഗീതത്തിന് ഇപ്പോൾ അമൽ ഡേവിസ് ഭയങ്കര ക്ലോസ് ആയിരിക്കുമല്ലോ. അതേപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഇതുവരെ കരിയറിൽ ചെയ്തില്ല ക്യാരക്ടർ ആരായിരിക്കും? അയ്യോ, അങ്ങനെ വെച്ചാ 2-3 പേരുണ്ടെങ്കിൽ ഇപ്പോഴും ഓർത്ത് നടക്കുന്ന ചിലരുടെ തോന്നുമല്ലോ. അമൽ ഡേവിസാ, അർജുൻ അമൽ ഡേവിസ്. എന്റെ ക്യാരക്ടറാ വെച്ചേ, ഞാൻ ചെയ്ത ക്യാരക്ടർ എന്ത് ഞാൻ ചെയ്ത ക്യാരക്ടർ അമൽ ഡേവിസ്. എല്ലാവർക്കും അമൽ ഡേവിസിന് മതി. ഇവരങ്ങനെ പലതും പറയും. എന്റെ ക്യാരക്ടർ അല്ലേ റൊമാൻസിൽ ഐശ്വര്യ. ഐശ്വര്യ അമൽ ഡേവിസ് അല്ലേ പേര്? ഐശ്വര്യ പപ്പണ്ണ ഇവളല്ല കേട്ടോ. ഞാനല്ലേ? നീ ഇവൻ എന്താ പറയുക? ഞാനല്ലേ തമ്പി? തമ്പി നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് ചെയ്യാം. എന്തൊക്കെയോ എന്റെ പേര് ഐശ്വര്യ എന്നാ, മറ്റേ സാർ നെയിം എന്താ നിങ്ങൾ കൂട്ടി വായിച്ചോ. ഇവളല്ലാന്ന് പറഞ്ഞായിരുന്നില്ലേ? അപ്പോഴും ഇപ്പോഴും ഞാൻ പറഞ്ഞ അമൽ ഡേവിസ്